ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ എന്താ കൊണ്ടുവന്നിരിക്കുകയെന്നറിയോ നിങ്ങളുടെ മുമ്പിൽ? ഞാൻ ഇന്നാളൊരു ദിവസം ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇട്ടില്ലേ, അതെല്ലാവരും കണ്ടു എന്ന് എനിക്കറിയാം. കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ വെജിറ്റേറിയൻസിന് നമുക്ക് എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ഐറ്റം ഇടണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, വൈറ്റ് കളർ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ സെയിം റെസിപ്പിക്കകത്ത് എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗും ആഡ് ചെയ്യാം. എഗ്ഗ് ഇല്ലാതെയും എഗ്ഗും ചിക്കനും ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് കളറിലുള്ളത് കിട്ടും. ഞാനിവിടെ ഒരു കുറച്ച് ടെർമറിക് പൗഡറും ഒക്കെ ഇട്ടിട്ട് ഒരല്പം സ്പൈസി ആയിട്ട്, എന്നാൽ സ്പൈസിയൊന്നുമല്ല, എല്ലാ കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്നത് തന്നെയാണ്, അത്തരത്തിലൊരു ഫ്രൈഡ് റൈസാണ് ഇന്ന് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് കണ്ടാൽ അറിയാം, ഇത്തിരി ചോറ് നാരങ്ങ ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 80% വെന്താൽ മതി, അല്ലാതെ ഒരുപാട് ഇതാവേണ്ട ആവശ്യമില്ല. അടുത്തത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും കോളിഫ്ലവറും ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആവാട്ടോ. മഷ്റൂം, പനീർ എന്ത് വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉള്ളിയും, ഒരു ഹാഫ് ഉള്ളിയേ ഉള്ളൂ കേട്ടോ. ഇതിൽ സവാള മീഡിയം സൈസിൻ്റെ ഹാഫേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ഇത്തിരി മല്ലിയിലയുടെ തണ്ട് കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്, മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തിട്ടു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരല്പം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിൽ എടുത്തിരിക്കണേ. ഉപ്പ് നമുക്ക് വേണോ വേണ്ടോ നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഇത് മൊത്തം കുക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ നെയ്യ് എടുക്കാം, ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ എണ്ണ എടുക്കാം. ഞാനതിവിടെ കാണിക്കുന്നില്ല. നമുക്കിനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യാനുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ഒഴിക്കണം. നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾസ് അനുസരിച്ച് എണ്ണയുടെ അളവ് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. പിന്നെ വേറൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഫ്രൈഡ് റൈസാണ്. റൈസ് മാത്രം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല ഇതിൽ. നമുക്ക് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈഡ് റൈസിലും പറഞ്ഞിരുന്നു, നമുക്കിതിൻ്റെ അകത്ത് ഒരുപാട് വേവാനൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വൈറ്റ് കളർ ഫ്രൈഡ് റൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പിയിൽ അത് ചിക്കനും എഗ്ഗും ചേർക്കുന്ന സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വെജിറ്റബിൾസ് ചേർത്ത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വെജ് ഫ്രൈഡ് റൈസ് ആയി. വൈറ്റ് കളർ വേണമെങ്കിൽ, ഞാനിത് കുറച്ച് യെല്ലോയിഷ് കളറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ സ്പൂൺ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും സാധാ നോൺ സ്റ്റിക്ക് അല്ല, ഇത് ഇങ്ങനത്തെ യൂസ് ചെയ്താലും കേടുവരാത്ത നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഹൈ ആയി കിടന്നോട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഹൈയിൽ വെച്ചാൽ മാത്രമേ നമുക്കെല്ലാം വേഗം വേഗം സോട്ട് ചെയ്ത് കിട്ടുള്ളൂ. ഇതെല്ലാം ചിക്കൻ ഫ്രൈഡ് റൈസിലും പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഇത് മാത്രം കാണുന്നു, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മാത്രം കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ കുറച്ച് മല്ലിയിലയുടെ തണ്ട് ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇത് ഉള്ളി ചേർത്ത ഉടനെ ചേർക്കേണ്ടതാട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇടയ്ക്ക് മോള് വന്നപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി. നിങ്ങളത് ഉള്ളി ചേർത്ത ഉടനെ തന്നെ ചേർക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഗ്രീൻ പീസും കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം. പനീറോ മഷ്റൂമോ യൂസ് ചെയ്യുന്നവർ ആ ഓയിലിൽ ആദ്യം അത് സോട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം വേണം ഉള്ളി ഇടാനായിട്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാല ഒഴികെയുള്ള എല്ലാ പൊടികളും ചേർക്കുക. അതായത് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും. ഇതിൽ ഞാൻ സോസൊന്നും ഒഴിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് കുറച്ച് കെച്ചപ്പ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ എന്തായാലും ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ചെയ്യുന്ന, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ഫ്രൈഡ് റൈസാണ്. ഇതും അതെ, മറ്റേതും അതെ. ഇതിൽ മാത്രം വെള്ളം ചേർക്കരുത് വേവിക്കാനിടുമ്പം. നിങ്ങൾക്ക് എണ്ണയോ എന്തെങ്കിലും പോരെന്ന് തോന്നുകയാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് റൈസ് ചേർക്കുമ്പോൾ കുളവും അത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം 4 മിനിറ്റ് കൂടരുതേ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വെജിറ്റബിൾസ് ഒരു 3 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക കേട്ടോ, എന്തെങ്കിലുമൊക്കെ വേവാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ കോളിഫ്ലവർ മാത്രമേ ഒരു ഡൗട്ട് വരുന്ന കേസുള്ളൂ. ഞാനിവിടെ ഈ ഒരു കറക്റ്റ് ലെവലിൽ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ നാട്ടിലത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കോളിഫ്ലവർ അങ്ങനെ ഡൗട്ടുള്ളവർ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളവും ഉപ്പും ഇട്ടിട്ട് കോളിഫ്ലവർ അതിലിട്ട് മുക്കി കഴുകിയെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റെ അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അണുക്കളോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കേസ് ആ കോളിഫ്ലവർ പകുതി വെന്തിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 2 മിനിറ്റ് കൂടുതൽ വേണ്ടി വരില്ല. എനിക്കിവിടെ 2 മിനിറ്റിലാവുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ചിട്ട് ഇതിലും കൂടി ഇട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്. ഇവിടെ സലാലയിൽ ഞങ്ങൾക്ക് നല്ല കോളിഫ്ലവറാണ് കിട്ടുന്നത്. ഇവിടെ കുറേ എന്തിൻ്റെയൊക്കെയോ കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്കില്ല കേട്ടോ. ഞാൻ ഇവിടെ കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഉപ്പൊക്കെ മതിയോന്നൊന്ന് നോക്കാം. ഇതിലെല്ലാം കറക്റ്റാണ്. നമുക്കതിലേക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഉടയാതെ കിട്ടുന്നത്. നിങ്ങൾ നാരങ്ങ ചേർക്കാൻ മറന്നിട്ടാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസിലൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് തലേദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിലും നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയുള്ളവർ ഒരു ഇത്തിരി വിനെഗറോ നാരങ്ങയോ മറ്റോ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഇത് പകുതി മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എടുത്തു വെച്ചതിൽ പാതി മല്ലിയിലയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.